മണലൂരിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിഷ്ണുവിന്റെ വീട്ടിൽ ടി.എൻ. പ്രതാപൻ എം.പി. സന്ദർശനം നടത്തി. വീട് നിർമ്മാണത്തിന് വേണ്ടി പണം വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ നേരിട്ട ഭീഷണിയിൽ മനംനൊന്ത് 6-ാം വാർഡിലെ ചെമ്പൻ വിനയൻ മകൻ വിഷ്ണു ബാങ്ക് അധികൃതർ ജപ്തിക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മണലൂരിൽ വിഷ്ണുവിന്റെ വീട്ടിൽ ടി.എൻ. പ്രതാപൻ എം.പി. നേരിട്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. എം.പിയോടൊപ്പം DCC സെക്രട്ടറിമാരായ കെ ബാബു, കെ.ബി. ജയറാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം.വി. അരുൺ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ടോണി അത്താണിക്കൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വായ്പ എടുക്കുന്നതും ആ വായ്പ കുടിശ്ശികയാവുന്നതും സർവ്വസാധാരണയാണ്. കുടിശ്ശികയാകുന്ന ആളുകൾ ഒന്നുമില്ല ബാങ്ക് ഏതെങ്കിലും ബാങ്കിൽ ടേക്ക് ഓവർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ജപ്തി നടപടി ആയാൽ അതിന് കാലാവധി കൊടുക്കും. വിഷ്ണുവിൻ്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഒന്ന് ഫെഡറൽ ബാങ്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മാനേജർ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഫെഡറൽ ബാങ്ക് ഇത് ടേക്ക് ഓവർ ചെയ്യാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിട്ട് അതിനിവർ തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാമായിരുന്നു. വേറെ തൊഴിലാളി സംഘത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടി സംഘത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ടേക്ക് ഓവറിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛൻ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞത് കാലാവധി ചോദിച്ചു, കുറച്ചുകൂടി നീട്ടി ചോദിച്ചു. ഇത് വളരെ പാവപ്പെട്ട ഒരു ദരിദ്ര കുടുംബമാണ്. ഇത് ഈ വലിയ കോടിക്കണക്കിന് രൂപയൊന്നുമില്ല, 6 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. കോടിക്കണക്കിന് രൂപ കിട്ടാക്കടം ബാങ്കിന് കിട്ടാനുണ്ട്. കോടീശ്വരന്മാരായ നിരവധി ആളുകൾ പണം ഇപ്പോഴും അടയ്ക്കാനുണ്ട്. ആ കോടീശ്വരന്മാരുടെ വീടൊന്നും അവരെ സ്വത്തുക്കളോ അല്ലെങ്കിൽ അവർ ജാമ്യം കൊടുത്തിട്ടുള്ള വകകളോ ഒന്നും ജപ്തി ചെയ്യാൻ ഇതുവരെ പോകാത്തതുണ്ട്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കിട്ടാനുള്ള കാലാവധി കഴിഞ്ഞ വായ്പകളിൽ ദശകോടീശ്വരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വായ്പ എത്രയുണ്ട്, അത് നിർബന്ധമായി വെളിപ്പാക്കണം. അടുത്ത ദിവസം ചേരുന്ന ബാങ്ക് അവലോകന സമിതിയിൽ MP എന്നതിൽ ഞാൻ ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് വിശദീകരണം നിർബന്ധമായും ചോദിക്കും. അത് ആ സമിതിയിൽ പാർലമെൻറ്റ് മെമ്പർ അംഗമാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ ഹെഡ് ഓഫീസ് വ്യക്തമാക്കട്ടെ. അവർക്ക് കിട്ടാനുള്ള വായ്പ, കാലാവധി കഴിഞ്ഞ വായ്പകൾ, ആ വായ്പകൾ കോടീശ്വരന്മാരുടെ വായ്പ എത്ര ഉണ്ട്? കോടീശ്വരന്മാരുടെ വായ്പ പിടിച്ചെടുക്കാൻ ബാങ്ക് നടപടി സ്വീകരിക്കുന്നില്ല. അവർക്ക് എന്തുമാവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇളവുകൾ കൊടുക്കാം, കണ്ണടയ്ക്കാം. ഇതൊരു പാവപ്പെട്ട പട്ടികജാതി കുടുംബത്തിലുള്ള ഒരു തൊഴിലാളി കുടുംബം ആയ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന അവർ സമയം ചോദിച്ചാൽ സമയം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വീട്ടിൽ വന്ന് എല്ലാ ചട്ടിയും കലങ്ങളുടെ വരെ കണക്കെടുത്ത് താക്കോൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ആ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ മാനസികമായ സങ്കടം കൊണ്ടാണ് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ ആത്മഹത്യ ഉത്തരവാദികൾ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതിന് സമാധാനം പറയണം.